ില് കപ്പുയർത്താൻ സാധ്യതയുണ്ടായിരുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു സിജോ. തുടക്കം തൊട്ട് തന്നെ അവിടെ നിന്ന് കളിക്കാൻ പറ്റിയിരുന്നുവെങ്കിലും സിജോയുടെ പുറത്താകലിനെ കുറിച്ച് പറയുമ്പോൾ റോക്കിയുടെ പ്രവൃത്തിയെ കുറിച്ച് പറയാതെ ഈ വീഡിയോ എനിക്ക് അവസാനിപ്പിക്കാൻ പറ്റില്ല. സ്വന്തം ഗെയിമും കളഞ്ഞു കുടിച്ച് മറ്റൊരു ചെറുപ്പക്കാരന്റെ ഗെയിം കൂടി കളഞ്ഞു കുടിക്കുകയാണ് സത്യത്തിൽ റോക്കിയുടെ ആ ഒരു പ്രവൃത്തി കൊണ്ട് ഉണ്ടായത്. നമ്മളൊക്കെ സിജോയെ കുറ്റം പറയുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല് സിജോയ്ക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു റീ എൻട്രി ചെയ്തതിന് ശേഷം. തീപ്പൊരിയൊക്കെ ആവും എന്നൊക്കെ പറഞ്ഞെങ്കിലും സംസാരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് നമ്മൾ ആ പഴയ സിജോയെ കണ്ടു തുടങ്ങിയത്. അപ്പൊ സിജോ ഒന്ന് ആക്റ്റീവായി വന്ന സമയത്ത് ഭാഗ്യക്കേടിന് ആ ഒരു കോംബോയിൽ പോയി പെടുകയും ചെയ്തു. അതും സിജോയ്ക്ക് നെഗറ്റീവ് ആയിട്ടുണ്ട് പുറത്ത്. പിന്നെ സിജോയുടെ ഗെയിം വളരെ പരിമിതമായി ചിലരിൽ മാത്രം ഒതുങ്ങിപ്പോയതും ഒരു കാരണമാണ്. പക്ഷെ അതെല്ലാം സംഭവിച്ചത് അന്ന് ആ റോക്കിയുമായിട്ടുണ്ടായ ഒരു പ്രശ്നം കൂടി കാരണമാണ്. അതുണ്ടായില്ലായിരുന്നെങ്കിൽ സിജോയുടെ ഗെയിം ഇങ്ങനെയൊന്നും ആയിരിക്കത്തില്ല. എത്ര ടാലന്റഡ് ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ്. ഇന്നിപ്പോ നമ്മൾ അർജുൻ ലാലട്ടൻ